ഈ വീഡിയോയിൽ നമ്മൾ പ്ലെയിൻ മിറേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാം. അപ്പോൾ പ്ലെയിൻ മിറേഴ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് മിറേഴ്സിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പം മിറേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്ലെയിൻ മിറർ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ മിറർ. അപ്പോൾ ഒരു മിറർ എടുത്തിട്ട് അതിൻ്റെ സർഫസ്, അതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മളതിനെ പ്ലെയിൻ മിറർ എന്നാണ് പറയുക. ഇനി അതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് കേർവ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് തരത്തിലുണ്ട്, കോൺകേവും കോൺവെക്സും. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്ലെയിൻ മിറേഴ്സിനെ പറ്റിയാണ്. ഞാനൊരു പ്ലെയിൻ മിറർ വരയ്ക്കുകയാണ്. ഫ്ലാറ്റ് റിഫ്ലക്റ്റീവ് സർഫസ്, ബാക്ക് സൈഡ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് മിററിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക നിങ്ങളുടെ ഒരു ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫോം ചെയ്യും. അപ്പോൾ എന്താണ് ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയാം. റിഫ്ലക്റ്റീവ് സർഫസ്. അതുകൊണ്ട് ഈ ഒരു സൈഡായിരിക്കും മിററിൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ ഒരു സൈഡിനെയാണ് നമ്മൾ മിററിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് വിളിക്കുക. ഇനി ഇതാണ് മിററിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയാം. അങ്ങനെ ഒരു സ്ഥലം ഇല്ല ശരിക്കും. അതുകൊണ്ട് ഈ ബാക്ക് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജസ് ഒക്കെ വിർച്വൽ ഇമേജസ് ആയിരിക്കും, റിയൽ ആയിരിക്കില്ല. അവർ വിർച്വൽ ഇമേജസ് ആയിരിക്കും. നിങ്ങളൊരു പ്ലെയിൻ മിററിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക നിങ്ങളുടെ ഒരു ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫോം ചെയ്യുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. ഞാനത് വരയ്ക്കാം. ഇതാണ് നിങ്ങളുടെ ഇമേജ് എന്ന് പറയുന്നത്. അത് മിററിൻ്റെ ബാക്കിലായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിർച്വൽ ഇമേജ് എന്നാണ് വിളിക്കുക. അത് റിയൽ ഇമേജ് ആയിരിക്കില്ല. മിററിൻ്റെ പുറകുവശം എന്നുള്ള ഒരു സ്ഥലമില്ല, അപ്പോൾ അതൊരു ശരിക്കുള്ള സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കാം. ഇനി ദൂരം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത്, ഇപ്പം നിങ്ങളൊരു 5 മീറ്റർ ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൻ്റെ പുറകുവശത്തായിട്ട് 5 മീറ്റർ ദൂരത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുക നിങ്ങൾ അതേ ദൂരത്ത് തന്നെ പുറകിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ദൂരത്തിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ ഹൈറ്റിൻ്റെ കേസും സെയിം ആണ്. നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റും 1.5 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പം ഹൈറ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്ലെയിൻ മിററിൻ്റെ കേസ്. ഞാൻ അതിൻ്റെ ഒരു റേ ഡയഗ്രാം വരയ്ക്കാം. പ്ലെയിൻ മിറർ വരയ്ക്കുകയാണ്. മുന്നിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു 1 2 3 4 5 6 7 സ്ക്വയേഴ്സ് മാറിയാണ് ഒരു ഒബ്ജക്റ്റ് വെക്കുക. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ലൈറ്റ് റേ. അപ്പോൾ ഇതൊരു 1 2 3 4 സ്ക്വയേഴ്സ് ഡൗൺ ആണ്. അപ്പോൾ ഞാൻ 4 സ്ക്വയേഴ്സ് ഡൗണിലേക്ക് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. 1 2 3 4. ഇവിടെ റിഫ്ലക്റ്റഡ് റേ ഈ ഒരു ആംഗിളിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ആ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്വയർ എടുത്തത്. സ്ക്വയർ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണെങ്കിൽ, ഇപ്പം ഇവിടെ ഒന്നാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ മുകളിലോട്ട് 1 2 3 4, താഴോട്ടും 1 2 3 4 എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നമുക്ക് ഈക്വലായിട്ട് കിട്ടും. അതാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ എപ്പോഴും റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈറ്റ് റേ വരയ്ക്കാം നമുക്ക്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ലൈറ്റ് റേ. മിനിമം 2 ലൈറ്റ് റേസ് വേണം നമുക്കൊരു ഇമേജ് വരയ്ക്കാനായിട്ട്. ഓക്കെ, 1 2 3 4 5 6. ഈ ഒരു ലൈറ്റ് റേ 6 സ്ക്വയേഴ്സ് ആണ് കവർ ചെയ്തിരിക്കുക. അപ്പം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേയും 6 സ്ക്വയേഴ്സ് തന്നെ താഴോട്ട് പോകണം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ. ഓക്കെ, 2 ലൈറ്റ് റേസ് വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ നിന്നാണ് നോക്കുക എന്ന് വിചാരിക്കാം. ഈ 2 ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണെങ്കിലും നമ്മുടെ ബ്രെയിനിന് തോന്നുക ഈ ലൈറ്റ് റേസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക എന്നാണ്. അപ്പം നമുക്ക് തോന്നും ഈ ലൈറ്റ് റേസ് വരുന്നത് ഈ മിററിൻ്റെ പുറകു വശത്തു നിന്നാണെന്ന്. അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ 2 ലൈറ്റ് റേസിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് പുറകിലോട്ട്. ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2 ലൈറ്റ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്തത്. അപ്പം ഞാനതൊന്ന് വരയ്ക്കാം, ഇമേജ് വരയ്ക്കാം. ടോപ്പ് പാർട്ട് നമുക്ക് ഇവിടെ ആയിരിക്കും ഫോം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതേ ഡയഗ്രാം ഈ ഒബ്ജക്റ്റിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക്
വരയ്ക്കാനായിട്ട് പറ്റും. 2 ലൈറ്റ് റേസ് ബോട്ടം പാർട്ടിൽ നിന്ന് വരയ്ക്കുക, എന്നിട്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഈ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ബോട്ടം പാർട്ട് വരാം. നിങ്ങളൊരു പോയിന്റ് ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ദിസ് പോയിന്റിൽ ഇമേജ് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു ഇമേജ് പുറകിലാണ് ഫോം ചെയ്യുക, അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു വിർച്വൽ ഇമേജാണ്. ഇനി സൈസ് എങ്ങനെയാണ്? ഇതൊരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പം ഈക്വൽ സൈസാണ്. ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് HO, ഇത് ഇമേജിൻ്റെ ഹൈറ്റാണ് HI. നമുക്ക് എഴുതാം ഹൈറ്റ് ടു ദ ഇമേജ് ഈക്വൽസ് ഹൈറ്റ് ടു ദ ഒബ്ജക്റ്റ്. ഈ മിറർ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ഈ ഒരു ദൂരത്തിനെ ഞാൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. നമ്മൾ U കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. U. മിറർ മുതൽ ഇമേജ് വരെയുള്ള ഈ ഒരു ദൂരത്തിനെ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. V കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതേപോലെ V എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസും ആണ്. നമുക്കിനി ഇവർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. ഞാൻ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുകയാണ്. മിററിനെ y ആക്സിസിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുകയാണ്. അപ്പോൾ നോർമലി റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റ്സ് ഒക്കെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്സ് ഒക്കെ നെഗറ്റീവും ആയിരിക്കും. U കിടക്കുന്നത് y ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ U എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി V കിടക്കുന്നത് ഈ ഒരു y ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ V എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ യുവിന് നമുക്കൊരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിലേഷൻ ഒന്ന് എഴുതാം. -U ഈക്വൽസ് V. വേണമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് സൈൻ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. U ഈക്വൽസ് -V. അപ്പോൾ ഇതാണ് യുവും വിയും തമ്മിലുള്ള റിലേഷൻ, ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ഓൺലി ഫോർ പ്ലെയിൻ മിറേഴ്സ്. ഇതൊക്കെയാണ് പ്ലെയിൻ മിറേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയായിരിക്കും സംസാരിക്കാം.